കടൽക്ഷോഭം രൂക്ഷമായതോടെ നാശത്തിന്റെ വക്കിലാണ് തിരുവനന്തപുരം ശംഖുമുഖം ആറാട്ടുകടവ്. കടൽ കയറിയതും തീരമിടിഞ്ഞതിനും പുറമെ നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ആറാട്ടുമണ്ഡപവും കടവും നശിക്കുന്നതിന് പിന്നിലെ കാരണമാണ്. തീരസംരക്ഷണത്തിനായി കോടികൾ ബജറ്റിൽ വകയിരുത്തുമ്പോഴാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപവും കടവും അവഗണിക്കപ്പെടുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരുന്നു. ശാലിനി, ശംഖുമുഖം തീരം കടലെടുത്തു, അത് പലവട്ടമായി കോടികൾ അവിടെ ചെലവഴിച്ചു, പല വിധത്തിൽ അനാസ്ഥയുണ്ടായി. ഇതിപ്പോൾ ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപവും കടവും നാശത്തിന്റെ വക്കിലാകുന്നു. കൃഷ്ണരാജ്, അത് തന്നെയാണ്. കോടികൾ ചെലവഴിക്കുന്നു, അത് എവിടെ പോകുന്നു? കടൽ കൊണ്ടുപോവുകയാണോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്ന ആറാട്ട് കടവിനും ആറാട്ട് മണ്ഡപത്തിനും സമീപത്താണ്. എനിക്ക് കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ആറാട്ട് മണ്ഡപമാണ്. ഇവിടെയാണ് അൽപ്പശി ഉത്സവവും ഒപ്പം തന്നെ പൈങ്കിരി ഉത്സവമുള്ള പ്രധാനപ്പെട്ട രണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഭഗവാന്റെ ആറാട്ട് നടക്കാനായി വിഗ്രഹങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ഇരിപ്പിടത്തിൽ പ്രത്യേകം തയ്യാറാക്കി ഇരിപ്പിടത്തിൽ ഇരുത്തുകയും പിന്നീട് തൊട്ട് അപ്പുറത്തായി കാണുന്ന ആറാട്ട് കടവിലേക്ക് എത്തിച്ച് ആറാട്ട് നടത്തി വലിയ ഘോഷയാത്രയായി വിമാനത്താവളത്തിനുള്ളിലൂടെ തിരിച്ച് ഈ ഒരു ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇവിടെ വെച്ച് CPM-ന്റെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് മാംസാഹാരം ഭക്ഷണം ചെയ്ത് അടക്കമുള്ള വാർത്തകൾ ജനം TV അന്ന് ബ്രേക്ക് ചെയ്തതാണ്. പിന്നീട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയതുമാണ്. പക്ഷേ അതിനൊക്കെ കാണിച്ച ആ ഒരു ഉന്മേഷം, ആ ഒരു ആഘോഷം അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റിക്കാർ എന്തുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു കടവ് നാശത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അത് കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ആറാട്ട് കടവിലേക്ക് പോവുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 3 വിഗ്രഹങ്ങൾ ഇവിടേക്ക് എത്തിച്ച് ആറാട്ട് നടത്തേണ്ട ആറാട്ട് കടവ് പൂർണ്ണമായും ഇന്ന് കടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 1, 2, 3 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയത്തും 4ാം ബഡ്ജറ്റിലും തീരസംരക്ഷണത്തിനായി ഏകദേശം 5500 കോടിയിലധികം രൂപയാണ് സർക്കാർ വകയിരുത്തി മാറ്റിവെച്ചത്. പക്ഷേ ആ മാറ്റിവെച്ച തുക എവിടെ എന്നൊരു ചോദ്യമാണ്. തലസ്ഥാന ജില്ലയിൽ ഒരുപക്ഷെ ആ ഒരു ബജറ്റ് അവതരിപ്പിച്ച നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിൻ്റെയും ഒക്കെ അടുത്തുനിന്ന് ഏകദേശം 5-10 കിലോമീറ്ററിന് ഇപ്പുറം മാത്രം അകലമുള്ള ഈ ഭാഗത്ത് വന്നാൽ നമുക്ക് ചോദിക്കാനാവുക. സാധാരണ ജനങ്ങൾ ഭക്തരടക്കമുള്ളവരും ചോദിക്കുന്നത് അത് തന്നെയാണ്. എവിടെ സർക്കാർ ഈ കാശൊക്കെ നിങ്ങൾ ചെലവാക്കിയത്? ഒരുപക്ഷെ ടൂറിസ്റ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മേഖലയാണ് ശംഖുമുഖം. ആ ശംഖുമുഖത്തിൻ്റെ തീരസംരക്ഷണത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു എന്നുള്ളതാണ് നഗരസഭ അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ന് വന്ന് ഒരു ഇരിപ്പിടത്തിൽ പോലും ശംഖുമുഖം തീരെ തിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കടലെടുത്തിരിക്കുന്ന സാഹചര്യം, കടൽ ഭിത്തി നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കമുള്ളവർ, BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ഇന്നലെ ഇവിടെ സന്ദർശനം നടത്തി ജനം TVയോട് പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഇവിടെ പുലിമുട്ട് കൊണ്ടുവന്ന പുലിമുട്ട് നിർമ്മിച്ച് ഈ ഒരു തീരം സംരക്ഷിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുക. നമുക്കറിയാം, മുൻപൊക്കെ ആറാട്ട് നടക്കുന്ന സമയത്ത് ജനം TVയിലൂടെ അടക്കം തത്സമയം ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഇവിടെ നല്ല ഒരു ഭാഗമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആളുകൾക്ക് ഈ വിഗ്രഹവുമായി കടലിലിറങ്ങി ആറാട്ട് നടത്തി സുഗമമായി തിരികെ കയറാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കടലെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ ഒരു മേഖല കടലിൻ്റെ കയ്യിലായി അല്ലെങ്കിൽ കടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നതിലും ഒരു പുലിമുട്ട് സംരക്ഷിച്ച് വെള്ളം അടിച്ച് കയറാതിരിക്കാനുള്ളൊരു സംരക്ഷണ ഭിത്തി ഇവിടെ വേണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഈ 5500 കോടി രൂപയിലധികം രൂപ എവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്തിൻ്റെ തീരസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബജറ്റിൽ അത്തരത്തിൽ ധനകാര്യ വകുപ്പ് തുക വിലയിരുത്തിയത്. പക്ഷേ ആ തുകയൊന്നും എങ്ങും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആറാട്ട് കടവ് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഉത്സവങ്ങൾ വരികയാണ്. അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങളൊക്കെ ഇനി അടുത്ത നടക്കാനുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ആറാട്ട് നടത്തുക എന്നൊരു ചോദ്യം കൂടി ഈ ഭക്തരടക്കമുള്ളവർ ചോദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആറാട്ട് മണ്ഡപം ശോചനീയാവസ്ഥയിലേക്ക് പോകുന്നു. തൊട്ട് സമീപത്ത് തന്നെ ആറാട്ട് കടവും ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നിരവധി തവണ ഭക്തരടക്കമുള്ളവർ, പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അടക്കമുള്ളവർ കൃത്യമായ ഇടപെടൽ നടത്തണം, ഇത് സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ യാതൊരു രീതിയിലുള്ള ഇടപെടലും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാലവർഷം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സങ്കടകരമായ കാഴ്ചയിലേക്ക് ഈ ഭാഗത്ത് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ശംഖുമുഖത്തിൻ്റെ എല്ലാ തീരത്തും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ
നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും കടൽ കയറുന്ന സാഹചര്യം, റോഡ് ഗതാഗതം അടക്കം വഴിതിരിച്ചു വീഴേണ്ട സാഹചര്യത്തിലേക്ക് ഈ മേഖലയിലെ കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇനിയെങ്കിലും നഗരസഭയും സർക്കാരും കൺ തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന കൽമണ്ഡപം അടക്കമുള്ള, നമുക്ക് പിന്നിലായി കാണുന്ന കൽമണ്ഡപം അടക്കമുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ഓർമ്മയിലേക്കും ദൃശ്യങ്ങളിലേക്കും മറ്റ് ചരിത്രത്തിലേക്കും മാത്രമായി അവശേഷിപ്പുകളായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആശങ്കയുടെ നാളുകൾ കൂടിയാണ്. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി നഗരസഭ ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. കാരണം CPM-ന്റെ പാർട്ടി ഓഫീസുകൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കൽമണ്ഡപത്തെ ഉപയോഗിക്കുക, മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് ഇക്കാര്യത്തിൽ സർക്കാരും ഇടതുപക്ഷവും തിരുവനന്തപുരം നഗരസഭയൊക്കെ സ്വീകരിക്കുന്നതെന്നുള്ള ഒരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. BJP അടക്കമുള്ളവർ അതിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. കൃഷ്ണരാജ്. ശരി, കടൽക്ഷോഭം രൂക്ഷമായതോടെ നാശത്തിന്റെ വക്കിൽ തിരുവനന്തപുരം ശംഖുമുഖം ആറാട്ടുകടവ്. കടൽ കയറുന്നു, പക്ഷേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടത്തി ഈ കടൽ കയറുന്നത് തടയാൻ. അതൊക്കെ അശാസ്ത്രീയമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം എല്ലാം കോടികളാണ് കടലെടുത്തു പോയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി.